രണ്ടാം ലോകയുദ്ധകാലത്തും പലരും പങ്കെടുത്തിട്ടുണ്ട്. INA ഉണ്ടായിരുന്ന പലരും ചേർത്തലക്കാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ INA വരെ പൊരുതിയവരുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തവരുമുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും പേരൊന്നും പ്രോപ്പറായിട്ട് ആരും സൂക്ഷിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പക്ഷേ ചേർത്തല 3-3.5 മണിക്കൂറാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതും ഹിന്ദുമതത്തെക്കുറിച്ച്. ഇത്രയധികം ഹിന്ദുമതത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രസംഗം നടത്തിയത് ഗാന്ധി അല്ലാതെ വേറെ ആരുമില്ല. അത് ഗാന്ധിയുടെ കേരളത്തിലെ അവസാന സന്ദർശനം കൂടിയായിരുന്നു. അന്ന് ഈശോവാസി ഉപനിഷത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും പങ്കെടുത്തവരെ കൊണ്ട് ഇതെല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം കത്തിക്കാളാൻ തുടങ്ങുന്നത്. പലയിടത്തും പല സംഘടനകൾ തിരുവിതാംകൂറിലൊക്കെ നടന്നിട്ടുണ്ട്. 1920 ഗാന്ധി വരുന്നതും അത് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുന്നു. അതിൻ്റെ ഒരു സജീവ പ്രവർത്തകരിൽ ഒരാളായിരുന്നു നമ്മൾ പിന്നീട് നമ്മുടെ മുന്നിൽ മഹാകവിയായി മാറിയ വയലാർ രാമവർമ്മ. അല്ല, ഒരു 1920 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നെല്ലാം മതിയാക്കി ഇന്ത്യയിൽ വരികയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സജീവമാവുകയും ചെയ്തത്. ഈ സമയത്തൊക്കെ തന്നെ ഏതാണ്ട് 1900 ശേഷം ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആർജിച്ച പലരും ഈ നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. അത് തിരുവിതാംകൂറിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നോട്ട് പോയി കഴിഞ്ഞ് ഇവിടുത്തെ മഹാരാജാക്കന്മാരെയും നമ്മൾ സമ്മതിക്കണം. സ്വാധീനിരുന്ന ആൾ നമ്മൾ കേൾക്കുന്നതെല്ലാം അദ്ദേഹം വലിയ പാട്ടുകാരനും സംഗീതജ്ഞനും കലാകാരനും എന്നാണ്. അത് മാത്രമേ വെറും നിസ്സാര വർഷം അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചുള്ളൂ. അത് നിസ്സാരമായിട്ട് അദ്ദേഹത്തെ തള്ളിക്കളയേണ്ടതല്ല. കാര്യം ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കി, ജുഡീഷ്യറി കൊണ്ടുവന്നു, അലോപ്പതി മെഡിസിൻ കൊണ്ടുവന്നു, കണ്ടെഴുത്തും കേട്ടെഴുത്തും നടപ്പാക്കി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ സജീവമാക്കി, ഈ ടാക്സ് സിസ്റ്റത്തിന് തന്നെ ഒരു ചിട്ടയും വട്ടവും ഉണ്ടാക്കി, ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കി, യൂറോപ്യനൈസ്ഡ് ടാക്സ് സിസ്റ്റം തന്നെ അദ്ദേഹം ഇവിടെ നടപ്പാക്കി. അപ്പോൾ അന്ന് തൊട്ടേ ഒരു പുരോഗമനപരമായ ലക്ഷണങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങിയിരുന്നു. അത് ഓരോ രാജാക്കന്മാരുടെയും കാലത്ത് കൂടുതൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നതോടുകൂടി ആ സ്വതന്ത്ര ചിന്ത ഇവിടെ വളർന്നു. 1900 ശേഷം തന്നെ അത് ആയപ്പോഴത്തേക്ക് ഇതേ ഒരുവിധം പേരൊക്കെ ഒന്നും നിരക്ഷരത വളരെയധികം കുറഞ്ഞു, സാക്ഷരത കൂടി. സ്വയപ്രയത്നത്താൽ വായനയിലൂടെ തന്നെ പലരും പലതും വിജ്ഞാനങ്ങളും ആർജിച്ചു തുടങ്ങി. ഇതെല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം കത്തിക്കാളാൻ തുടങ്ങുന്നത്. അപ്പോൾ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് അയിത്തത്തിനെതിരായിട്ടുള്ളൊരു സമരങ്ങളായിരുന്നു. പലയിടത്തും പല സംഘടനകൾ തിരുവിതാംകൂറിലൊക്കെ നടന്നിട്ടുണ്ട്. ഈ പാരിപ്പള്ളി ആ സ്ഥലത്ത് നായർ ഈഴവ സംഘടനകളൊക്കെ അതിൻ്റെ ഒരു ഫലമാണ്. അങ്ങനെ അയിത്തത്തിൻ്റെ ആ നടപ്പും ആ പിടുത്തം അയയാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്താണ് 1920 ഗാന്ധി വരുന്നതും അത് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുന്നു. ഏതാണ്ട് 1924 വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതൊക്കെ. ഇപ്പോൾ അതിലേക്ക് നയിച്ച പല കാരണങ്ങളും വേറെ ഉണ്ടാകും. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെയെങ്കിലും നിൽക്കില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് സമരങ്ങളൊക്കെ ഇതിൻ്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുക നടക്കുമ്പോൾ ചെറിയൊരു സമരങ്ങളൊക്കെ വന്നപ്പോൾ ഗാന്ധി ഇതിനെല്ലാം ഒരു എന്താ പറയണത്, ഒരു കൂട്ടിയിണക്കി ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അത് ഗാന്ധി മാത്രമല്ല, ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും ഉണ്ടായി. അന്ന് ചേർത്തല താലൂക്കിൽ തന്നെ ഖാദി വ്യാപനം വളരെ നിർബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രേരിപ്പിച്ചു മുതിർന്നവരും. ഇതെല്ലാം ഖാദി യൂണിറ്റുകൾ പലയിടത്തും ഉണ്ടായി, കൈത്തറി നെയ്ത്തും ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ 1923 ചർക്കാ സംഘം എന്ന് പറഞ്ഞൊരു സംഘടന പലയിടത്തും ഉണ്ടായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർക്ക നൂറ്റ്, അത് നൂൽ നൂറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി. അങ്ങനെ അതുവഴി കുടിൽ വ്യവസായം പോലെ തൊഴിൽ കിട്ടുന്നതായിരുന്നു ആ രീതി. അങ്ങനെ ചേർത്തല താലൂക്കിലും ഉണ്ടായി. ചേർത്തല താലൂക്ക് ചർക്കാ സംഘം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സജീവ പ്രവർത്തകരിൽ ഒരാളായിരുന്നു നമ്മൾ പിന്നീട് നമ്മുടെ മുന്നിൽ മഹാകവിയായി മാറിയ വയലാർ രാമവർമ്മയൊക്കെ. അപ്പോൾ ആ ചർക്കാ സംഘം 1923 ചേർത്തല താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ ആയി മാറി. അപ്പോൾ ഏറ്റവും കൂടുതൽ വോളണ്ടിയർമാരെ അന്ന് അയച്ചുകൊണ്ടിരുന്നത് ചേർത്തലയിൽ നിന്നായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലേക്ക്. അന്ന് VAG നായർ എന്ന് പറഞ്ഞു ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വക്താവായിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അന്ന് പോയത്. ഈ വൈക്കത്തേക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. ഏതാണ്ട് ഈ വൈക്കത്തെ ചേർത്തലയുടെ കിഴക്കൻ മേഖലകളിലുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അന്നത്തെ കാലത്ത് പോകുമായിരുന്നു. പിന്നെ NSSും SNDP ഒക്കെ അതിന് സജീവമായ പിന്തുണയൊക്കെ കൊടുത്തോടുകൂടിയാണ് ആ സമരം അത്രയും വളരെയധികം ശക്തി പ്രാപിച്ചത്. അത് ഇണ്ടംതുരുത്തി മനയിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇണ്ടംതുരുത്തി മനയിലെ നീലകണ്ഠൻ നമ്പ്യാതിരിക്കായിരുന്നു അന്നത്തെ ക്ഷേത്രത്തിൻ്റെ അധികാരി എന്നൊക്കെ പറയാവുന്ന ചുമതലയൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് വന്നത്. പക്ഷേ ഗാന്ധി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മുൻവശത്തൊരു പന്തലിട്ട് ഇരുത്തി, അതിൻ്റെ അകത്താണ് ഇരുത്തിയത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ജാതി ഇത്രയും നിഷ്ഠ പാലിച്ച ഒരാളായിരുന്നു. അവസാനം ആ ഇല്ലം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വിലക്കെടുത്ത ഒരവസ്ഥയുണ്ടായി. അതാണ് രസം.
എന്നാൽ വൈക്കം സത്യാഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തേക്കുന്നവർ അവർണരെ പോലെ തന്നെ സവർണരും ഉണ്ടായിരുന്നു. അതിൽ രാമൻ ഇളയതെന്ന് പറയുന്ന ഒരു സവർണൻ്റെ കണ്ണ് പോലും പോയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുവാണ് അവസാനം തനിക്കറിയാവുന്ന ഒരു ചികിത്സയിലൂടെ ആ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി ആയുർവേദ ചികിത്സയിലൂടെ തിരിച്ച് നേടിക്കൊടുത്തത്. ഈ ഇണ്ടന്തുരുത്തി മന പിന്നീട് അവിടെ ഒരു അപ്രത്യക്ഷമായി. ഇന്ന് അവരുടെ പിൻഗാമികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചിലർ കണ്ണൂരൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ, ചിലർ വൈക്കത്തുണ്ടെന്ന് പറയുന്നതല്ലാതെ നേരിട്ടുള്ള ബന്ധം ഉണ്ടെന്നും ഇല്ലെന്നോ പറയുന്നില്ല. അത് ഒരു അന്നത്തെ നീലകണ്ഠൻ നമ്പ്യാതിരിയുടെ ആരെങ്കിലും ഉണ്ടോ പിൻഗാമികളായിട്ട് അവരുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. അവരാരോ കണ്ണൂരുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ. ഇപ്പോൾ ചേർത്തല അതിന് 34 വന്നിരുന്നു ഗാന്ധി. അന്ന് ഹരിജൻ ഫണ്ട് സ്വീകരിക്കാനായിട്ട് വന്നിരുന്നു. അന്ന് ഒരുപാട് പേര് തന്നെ തങ്ങളുടെ ആഭരണങ്ങളും വീട്ടിലെ നെല്ല് വിറ്റ കാശുമൊക്കെ കൊണ്ടുവന്ന് ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു ഇതാണ്. പിന്നെ 37 ഗാന്ധി ചേർത്തല ഈ ക്ഷേത്ര മൈതാനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട പ്രസംഗങ്ങളിലൊന്നായിരുന്നത്. അത് SNDP ചേർത്തല താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച യോഗമായിരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ശ്രീ തിരുനാൾ അഭിനന്ദിക്കാൻ കൂടിയ യോഗത്തിൽ ആ ഗാന്ധി 3.5 മണിക്കൂറോളമാണ് പ്രസംഗിച്ചത്. അതിൻ്റെ നവതിയാണ് വരാൻ പോകുന്നത്. പക്ഷേ അതാരും അറിഞ്ഞിട്ടില്ല. ആ നവതി ആഘോഷിക്കാനായിട്ട് ആരും മുൻകൈ എടുക്കുന്നില്ല. ഗാന്ധിയുടെ പൊക്കി പിടിച്ചുകൊണ്ടാണ് പ്രസ്ഥാനത്തിനും വേണ്ട, ഇപ്പുറത്ത് ഗാന്ധി ആർക്ക് വേണ്ടിയാണോ വന്നത് അവർക്കും വേണ്ട. ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ആ സംഭവം മറക്കപ്പെട്ട ഇതായിപ്പോയി. അത് ഗാന്ധിയുടെ കേരളത്തിലെ അവസാന സന്ദർശനം കൂടിയായിരുന്നു അത്. അന്ന് ഈശോവാസി ഉപനിഷത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും പങ്കെടുത്തവരെ കൊണ്ട് 1,00,000-ലേറെ ആൾക്കാർ പങ്കെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ചൊല്ലിച്ചു. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വന്ന് അവരെ നയിച്ചുകൊണ്ടുവന്ന് ദർശനം നടത്തിയിട്ടാണ് ഗാന്ധി കോട്ടയത്തിന് മടങ്ങിയത്. അത് 1937 ജനുവരി 18-നായിരുന്നു. ഹിന്ദുമതത്തെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിവരിച്ചത്. തൻ്റെ ഹിന്ദുമതത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നുവെന്നും താൻ തികഞ്ഞൊരു ഹിന്ദുമത വിശ്വാസിയാണെന്നും എല്ലാം അദ്ദേഹം അവിടെ ഇതുണ്ടായിരുന്നു. ഉപനിഷത്തുകളും സ്മൃതികളും പുരാണങ്ങളും ഭഗവത്ഗീതയൊക്കെ എല്ലാം ഉദ്ധരിച്ച് ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൽ പറഞ്ഞിട്ടില്ല എന്നും അത് ചിലരെ പുറത്തു നിന്നുള്ളവർ വന്ന് ഇതിനോട് ലയിപ്പിച്ചേർത്താണ്, അടിച്ചേൽപ്പിച്ചതാണെന്നൊക്കെ അദ്ദേഹം സമർത്ഥിച്ചു. അങ്ങനെ ജാതിക്കെതിരായ ഒരു പ്രസംഗം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് ഇന്ത്യയിൽ തന്നെ ജാതിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊന്നാണ് ചേർത്തല പ്രസംഗം. പക്ഷേ ചരിത്രത്തിൽ നിന്ന് അത് വഴുതിപ്പോയി. വേണ്ട സ്ഥാനമാനങ്ങളോ അതിൻ്റെ ഒരു അർഹിച്ച സ്ഥാനമൊന്നും ആ പ്രസംഗത്തിന് ആരും കൊടുത്തിട്ടില്ല. അന്ന് SNDP താലൂക്ക് യൂണിയനായിരുന്നു അദ്ദേഹത്തിന് സ്വീകരണ യോഗം എല്ലാം ഒരുക്കിയത്. അന്ന് മംഗളപത്രം സമർപ്പിച്ചത് SNDPയുടെ ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്ന മനക്കോടം കേശവൻ വൈദ്യരായിരുന്നു. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം കൂടി വലിയ ഉജ്ജ്വലമായ സ്വീകരണമാണ് കൊടുത്തത്. ആ സ്വീകരണത്തെപ്പറ്റി വയലാർ രാമവർമ്മയുടെ പുരുഷാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. രാജ്ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ സമാധി പോയി നിൽക്കുമ്പോഴത്തേക്ക് തൻ്റെ നാട്ടിൽ വന്ന ഓർമ്മകളെല്ലാം വയലാർ വളരെ നല്ല രീതിയിൽ, നല്ല ഭാഷയിൽ, നല്ല ആഖ്യാന ശൈലിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒന്നാലോകത്തിലത്തെ 114 പേരുള്ള ഈ ചേർത്തല ടൗണിൽ നിന്ന് പോയതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മാരകം താലൂക്ക് ഓഫീസിലുണ്ട്. പക്ഷെ അവരുടെ പേരുകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ല. അവിടെ ഏതോ റെക്കോർഡിൻ്റെ ഇടയ്ക്ക് അവരുടെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഒന്നാലോകത്തെ കാലത്ത് പോയതാണ്. രണ്ടാലോകത്തെ കാലത്തും പലരും പങ്കെടുത്തിട്ടുണ്ട്. INA-യിൽ ഉണ്ടായിരുന്ന പലരും ചേർത്തലക്കാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ INA-യിൽ പൊരുതിയവരുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തവരുമുണ്ട്. പക്ഷെ ഇവരുടെ ഒന്നും പേരൊന്നും പ്രോപ്പറായിട്ട് ആരും സൂക്ഷിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ചേർത്തലക്കാരെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട, അദ്ദേഹം വന്നിട്ട് 90 വർഷം തികയുന്നതാണ് ഗാന്ധി. കാര്യം ഇത്രയും നീണ്ട ഒരു പ്രസംഗം കേരളത്തിൽ നടത്തിയത് ചേർത്തലയിലാണ്. ദണ്ഡിയെ കടപ്പുറത്ത് പോലും അദ്ദേഹം 10 മിനിറ്റേ പ്രസംഗിച്ചിട്ടുള്ളൂ. പക്ഷേ ചേർത്തല 3-3.5 മണിക്കൂറാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതും ഹിന്ദുമതത്തെക്കുറിച്ച്. ഇത്രയധികം ഹിന്ദുമതത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രസംഗം നടത്തിയത് ഗാന്ധി അല്ലാതെ വേറെ ആരുമില്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് തന്നെ അദ്ദേഹം പ്രസംഗിച്ചത്. ജാതീയത ഹിന്ദുമതത്തിനെ നശിപ്പിച്ചെന്നും ജാതീയത തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ.